പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത് ഇത് നിർത്തിക്കണം. ഇന്ന് ക്രിസ്മസ് ആശംസകൾ നേരിടുന്ന മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്രമങ്ങൾ നിർത്തിക്കുക. അക്രമം നടത്തുന്നവരെ ജയിലിൽ അടപ്പിച്ച് കുറ്റക്കാരെ കർശനമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. എന്നിട്ടായിരിക്കണം അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരേണ്ടത്. പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SIR ഇപ്പം 26 ലക്ഷത്തോളം വോട്ടർമാർ അല്ലേ പുറത്തു പോയിരിക്കുകയാണ്. അതിൽ തന്നെ സ്ഥലത്തില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടെത്താൻ പറ്റാത്തവരെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വലിയ സംഖ്യയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്തതിനകത്ത് വ്യാപകമായ ആക്ഷേപം വന്നിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തും, കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസർ പുലർത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BLAമാരും ഇവിടെയൊക്കെ തന്നെ പലയിടത്തായിട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടാണ് BLOമാർ പെരുമാറിയിരിക്കുന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത് ഗൗരവതരമായി ഇലക്ഷൻ കമ്മീഷൻ കണ്ട് നീക്കം ചെയ്യപ്പെട്ട വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ വോട്ടർമാരല്ലാത്തവരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ വിട്ടുവീഴ്ച ചെയ്താൽ അത് ഗൗരവതരമായിരിക്കുമെന്നതിന് സംശയം വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ SIR വന്നപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിലൊക്കെ പൊതുവെ അതിനെതിരെ പ്രതിഷേധിച്ചു. കേരളത്തിൽ ഈ സാധനം വന്നപ്പോൾ അല്ലല്ല, ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്, ഈ നീക്കം ചെയ്യപ്പെട്ട പ്രവർത്തകർ ആളാണെന്ന് മനസ്സിലാക്കണം. ഓരോ BLOമാരുടെയും ശ്രദ്ധയിൽ ഞങ്ങളിത് പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ പരിശോധിക്കും, അല്ലാത്ത സംവിധാനമുണ്ട്, പരിശോധിക്കാൻ അല്ലാത്ത സംവിധാനമുണ്ട്. അതനുസരിച്ച് പരിശോധിക്കും. യഥാർത്ഥ വോട്ടർമാരായവരെ നീക്കം ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ഏത് കൊമ്പനായാലും തിരക്കില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഒറ്റക്കാരേ ഉള്ളൂ, യഥാർത്ഥ വോട്ടർമാരെ ഉൾപ്പെടുത്തണം. കള്ള വോട്ടർമാരെ ഒന്നും ഉൾപ്പെടുത്തണം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വോട്ടർ പട്ടിക ക്ലീൻ എന്ന പേരിൽ കള്ള വോട്ടർമാരെ മാറ്റുന്നതിൽ, ഇരട്ട വോട്ടുകാരെ മാറ്റുന്നതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷേ അർഹതപ്പെട്ട വോട്ടർമാരെ ഒരു കാരണവുമില്ലാതെ ടാർഗറ്റഡായി മാറ്റാൻ തീരുമാനിച്ചാൽ, മറ്റു സ്റ്റേറ്റുകളിൽ ആ പരാതി വ്യാപകമായിരുന്നു, അത് കേരളത്തിലും ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം വയനാട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യമില്ല, കോഴിക്കോട് കോർപ്പറേഷൻ BJPക്ക് എത്ര സീറ്റ് കിട്ടിയതിൻ്റെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. BJPയുടെ വോട്ട് എത്ര കൂടി, സീറ്റ് എത്ര കൂടിയുള്ള കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട്. തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് സ്ഥിതി. വാർഡ് വിഭജനത്തിന് അവർക്ക് വേണ്ടി വാർഡ് വിഭജനം നടത്തി കൊടുത്തതാണ് BJPക്ക് സീറ്റ് കൂടാൻ കാരണമുണ്ടായത്. UDFന്റെ ഒരു കണക്കെടുപ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു UDF എത്രത്തോളം ഓരോ സ്ഥലത്തും കേരളത്തിലെ മൊത്തം നമുക്ക് പുറത്ത് വന്ന കണക്കല്ലാതെ UDF അല്ലെങ്കിൽ പാർട്ടിയോ സ്വന്തം നിലയ്ക്ക് അതൊരു ഞങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് തന്നെയാണ്, ഞങ്ങൾക്ക് കൃത്യമായ മേധാവിത്വമുണ്ട്. UDFന് വോട്ട് നിലയിൽ കൃത്യമായ മേധാവിത്വമുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. പുറത്തു വന്ന കണക്കുകളെക്കാളേറെ കൂടുതലാണ് ആ കണക്ക്. BJPയുടെ ടാക്ടിക്സ് ഉണ്ടല്ലോ, BJPയുടെ ടാക്ടിക്സ് ഇപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊരു വർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് അത്തരത്തിലുള്ള ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചല്ലോ ആ സ്ട്രാറ്റജിയൊക്കെ തന്നെ. ഞങ്ങളിപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരുന്നുണ്ട്. 4-5 തീയതികളിൽ വരുന്നുണ്ട്. അവിടെ ആയിരിക്കും പാർട്ടിയുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക. പിന്നെ UDFന്റെ യോഗങ്ങൾ കൂടി UDFന്റെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സോണിയാഗാന്ധിയെ CPM അടക്കം മന്ത്രിമാരും പറയും. അതൊക്കെ ഞാൻ എന്ത് പറയാനാ. ആരോപണത്തിലെ അങ്ങേയറ്റത്ത് വന്ന് 2 പേര് അകത്തായി കിടക്കും. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത് കേരളം. അന്വേഷണ ഏജൻസി ഞങ്ങളല്ലല്ലോ. ആണോ? അന്വേഷണ ഏജൻസിയാണ് ഞങ്ങളാണോ നിയന്ത്രിക്കുന്നത്? ഞങ്ങളാണോ ഭരിക്കുന്നത്? സോണിയാഗാന്ധി ഒരു പേര് കിട്ടിയാൽ നരേന്ദ്രമോദി വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നില്ല. ഒരു കാര്യമില്ലാതെ ആ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് വേട്ടയാടലാണ് നടത്തിയവർ? അവരുടെ ആരോഗ്യം പോലും വകവെക്കാതെ എന്ത് വേട്ടയാടലാണ് നടത്തിയത്? അപ്പം അവസാനം കോടതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കേസേ മെറിറ്റിലില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അത്തരം ആളുകൾ ഭരിക്കുന്ന നാട്ടിൽ എന്ത് കാര്യമാണ്? ഇവർ നന്നാവാൻ പോണില്ല. അതാണ് ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും അതിന് നടപടി എടുക്കുന്നതിന് പകരം ഇത് മറ്റുള്ളവരിലേക്ക് താഴ്ത്താൻ പറ്റുമോ നോക്കുകയാണ് അവർ. അത് ആ കാര്യത്തിൽ വ്യക്തമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ BJPക്ക് ഒരു അവസരം കൊടുക്കുന്ന പോലെയാണോ CPM? അവർക്ക് എന്നും അങ്ങനെ, ഞാൻ അതല്ലേ പറഞ്ഞത്, കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനുകളിൽ എന്തുകൊണ്ടാണ് BJPക്ക് സീറ്റ് കൂട്ടിയത്? നിങ്ങൾ പരിശോധിക്കൂ. ഞങ്ങൾ അന്ന് വാർഡ് വിഭജനത്തെ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിച്ചതല്ലേ? അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. BJPയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, എനിക്ക് നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാര്യം, ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അന്ധയായ സ്ത്രീയെപ്പോലും വെറുതെ വിടുന്നില്ല. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല.
ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, പ്രത്യേകിച്ച് ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത് ഇത് നിർത്തിക്കണം. ഇന്ന് ക്രിസ്മസ് ആശംസകൾ നേരിടുന്ന മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്രമങ്ങൾ നിർത്തിക്കുക. അക്രമം നടത്തുന്നവരെ ജയിലിൽ അടപ്പിച്ച് കുറ്റക്കാരെ കർശനമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. എന്നിട്ടായിരിക്കണം അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരേണ്ടത്. അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരിടുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഉറപ്പുവരുത്തേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ അവസാനിപ്പിക്കാനും അക്രമകാരികളെ ജയിലിലടച്ച് മാതൃക കാണിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.